ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എത്ര ചെറിയ അടുക്കളയായാലും ഒരുപാട് പാത്രങ്ങൾ വളരെ ഭംഗിയായി അടുക്കി വെക്കാനായി നമ്മൾ വേണ്ടാന്ന് വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നർ വെച്ചുള്ള കിച്ചൺ ഓർഗനൈസിങ് ഐഡിയാസ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു സ്വീറ്റ് ബോക്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിന് അല്പം കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇച്ചിരി കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് എടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലത്തെ വെള്ള പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, വെള്ള നിറത്തിലുള്ള പ്ലാസ്റ്റിക്കിന് ഇത്തിരി കട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്ലാസ്റ്റിക്കാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനത് കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുക്കുവാണ്. പോയിൻ്റ് ചെയ്ത സ്ഥലത്ത് നമുക്ക് ദൂരമിട്ട് കൊടുക്കണം. അപ്പോൾ ദൂരമിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാതിരിക്കാനാണ് ഞാൻ ആദ്യമേന്ന് നമ്മൾ പേന കൊണ്ട് പോയിൻ്റ് ചെയ്ത് കൊടുത്തത്. ഒരു കമ്പി ചൂടാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ പോയിൻ്റ് ചെയ്ത സ്ഥലത്ത് ദൂരമിട്ട് കൊടുക്കാം. ഇപ്പോഴിതാ നമ്മൾ പേന കൊണ്ട് പോയിൻ്റ് ചെയ്ത സ്ഥലത്തൊക്കെ കമ്പി ചൂടാക്കി ദൂരമിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ അടിഭാഗത്ത് രണ്ട് വശത്തും ഇതുപോലെ രണ്ട് വശത്തും കൂടി നമ്മൾ ദൂരമിട്ട് കൊടുക്കണം. ആ രണ്ട് പോയിൻറ്റിൻ്റെയും നടുവിലുള്ള ആ പോയിൻ്റ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അത് ഞാൻ അറിയാതെ ഇട്ടതാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കമ്പികൾ വേണം. ഞാൻ ഈ നീളത്തിലാണ് കമ്പികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കിതുപോലത്തെ കമ്പി കിട്ടിയാലും നല്ലതാണ്. അല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ മെറ്റലിൻ്റെ പഴയ വള ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അത് നല്ല ഈസി ആയിട്ട് നമുക്കിതുപോലെ ബെൻഡായി കിട്ടും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട്, ഈ കമ്പി വെച്ചിട്ട് നമ്മൾ എസ് ഹുക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മെറ്റലിൻ്റെ വളയായാലും ഇതുപോലെ കമ്പി ആയാലും നമുക്ക് എസ് ഹുക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ തന്നെ പറ്റും. അപ്പോഴിതാ ഒരു എസ് ഹുക്ക് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കമ്പി കൂടെ ഇതുപോലെ വളച്ച് എസ് ഹുക്ക് ഉണ്ടാക്കി എടുക്കാം. അപ്പോഴിതാ ഞാൻ ബാക്കിയുള്ള കമ്പികൾ കൂടി എസ് ഹുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ദൂരമിട്ട് വെച്ചിട്ടുള്ള ആ പ്ലാസ്റ്റിക്കിലേക്ക് ഈ ഹുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴിത് ഹുക്കെല്ലാം പ്ലാസ്റ്റിക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലുള്ള ഈ ദ്വാരത്തിലേക്ക് ഒരു നൂല് കടത്തി വിടാം. എന്നിട്ട് അടിവശത്തുകൂടി ഇതുപോലെ വലിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ദ്വാരത്തിൽ കൂടെ ഇട്ട് പുറത്തുകൂടി വലിച്ചെടുക്കണം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുമെന്ന് കരുതുന്നു. എന്നിട്ട് നമുക്കിത് രണ്ടും ചേർത്ത് കെട്ടി വയ്ക്കാം. ഒരു വശത്ത് നൂലിന് നീളമുണ്ടായിരിക്കണം. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് തൂക്കിയിടാം. നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തത് കരണ്ടിയൊക്കെ തൂക്കിയിടാനുള്ള ഒരു ഓർഗനൈസറാണ്. ഈ പ്ലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. നമുക്ക് സൗകര്യപ്രദമായ ഒരു ഭാഗത്ത് നമുക്കിത് തൂക്കിയിടാം. ഇനി നമുക്കിതിലേക്ക് കരണ്ടി, വലിയ കരണ്ടി, അതുപോലെ തടിയുടെ കരണ്ടിയൊക്കെ ഇട്ട് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റീലിൻ്റെ കരണ്ടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഓർഗനൈസർ നിങ്ങൾക്ക് കരണ്ടിയൊക്കെ എളുപ്പത്തിലെടുക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് കെട്ടി തൂക്കിയിടാവുന്നതാണ്. കുറച്ച് അടുപ്പിച്ച് ദൂരമിട്ട് നമ്മൾ ഹുക്കിടുവാണെങ്കിൽ ഒരുപാട് കരണ്ടിയൊക്കെ തൂക്കിയിടാനായിട്ട് പറ്റും. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അടുക്കളയിൽ ആണിയൊന്നും അടിക്കേണ്ടതില്ല. എത്ര ചെറിയ അടുക്കളയായാൽ പോലും നമുക്ക് ഇത് ഉണ്ടാക്കി നമ്മുടെ സൗകര്യത്തിന് തൂക്കിയിടാൻ പറ്റും. വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം, വാടക വീട്ടിൽ ആരും തന്നെ ആണി അടിക്കാൻ സമ്മതിക്കില്ല. വാടക വീട് തരുന്നതിന് മുന്നേ തന്നെ അവർ പറയും കിച്ചണിലൊന്നും ആണി അടിക്കരുതെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ, അതായത് വാടക വീട്ടിൽ താമസിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും, വളരെ നല്ല ഭംഗിയുമായിരിക്കും. ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് കമ്പി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കുറച്ച് എസ് ഹുക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റലിൻ്റെ പഴയ വളയുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് എസ് ഹുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എസ് ഹുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഹുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ മിക്ക വീടുകളിലും ഉള്ളതാണ് ഇതേപോലത്തെ സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാകും. നമ്മൾ ഈ സ്റ്റീലിൻ്റെ സ്റ്റാൻഡിലാണ് പാത്രങ്ങളൊക്കെ നല്ല ഭംഗിയായി അടുക്കി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡിലേക്ക് നമുക്ക് ഈ ഹുക്കൊക്കെ തൂക്കിയിടാം. നമുക്ക് പാത്രങ്ങൾ എടുക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് ഈ ഹുക്ക് തൂക്കിയിടാം. അപ്പോൾ എൻ്റെ വീട്ടിൽ പാത്രങ്ങളൊക്കെ അടുക്കി വയ്ക്കാനുള്ള സ്റ്റാൻഡില്ല. ഞാൻ ഇത് പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് വയ്ക്കാറുള്ള സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റാൻഡിലേക്ക് നമ്മൾ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കൂലേ, ആ സ്റ്റാൻഡിലും ഇതേപോലെ തന്നെ നമുക്ക് ഹുക്ക് തൂക്കിയിടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഒരുപാടുണ്ടായിരിക്കും കേട്ടോ, ഒരുപാട് ഹുക്ക് തൂക്കിയിടാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ ഈ ഹുക്ക് ഇതേപോലെ തൂക്കിയിടാം. ഇപ്പോഴിതാ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹുക്കൊക്കെ ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്.
ഇനി ഞാൻ ഇതിലേക്ക് കപ്പുകളൊക്കെയാണ് തൂക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കപ്പ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ നല്ല ഭംഗിയുണ്ടായിരിക്കും. കപ്പ് മാത്രമല്ല, നമുക്ക് വലിയ കരണ്ടിയൊക്കെ ഇതേ രീതിയിൽ തന്നെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാം. കാണാൻ നല്ല നീറ്റായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരേപോലത്തെ കപ്പാവുമ്പോൾ കൂടുതൽ ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കപ്പുകളൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ കിച്ചനായാൽ പോലും ഇതേപോലെ എസ് ഹുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കപ്പുകളും വലിയ കരണ്ടികളും അതേപോലെ ഹാങ് ചെയ്തിടാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് ഭംഗിയാക്കി ഇടാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കിച്ചണിൽ ആണിയൊന്നും അടിക്കേണ്ടി വരില്ല. അപ്പോൾ ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നുള്ള ടിപ്സുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്വയറുള്ള ബോക്സ് എടുത്താലും അല്ലെങ്കിൽ നീളമുള്ള ബോക്സ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലുള്ള ഒരു ബോക്സ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ചെറിയ ബോക്സ് ആണെങ്കിൽ കുറച്ച് സാധനം വെക്കാൻ പറ്റുള്ളൂ. കുറച്ച് നീളമുള്ള ബോക്സ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ സാധനം വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഒരു ഡബിൾ ടേപ്പ് കൊണ്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് നീളത്തിലാണ് ഡബിൾ ടേപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് രണ്ട് വശത്തുമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, മുകളിലും താഴെയും. അപ്പോൾ കുറച്ച് നീളത്തിൽ നമ്മൾ ഡബിൾ ടേപ്പ് എടുക്കുമ്പോഴേക്കും നല്ല സ്ട്രോങ് ആയിട്ട് ചുവരിൽ ഒട്ടിയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി നീളത്തിൽ തന്നെ നമ്മൾ ഈ ഡബിൾ ടേപ്പ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് ഈ ബോക്സ് നമ്മുടെ അടുക്കളയിൽ സൗകര്യമുള്ള ഒരു സ്ഥലത്ത്, നമുക്ക് സാധനങ്ങൾ എടുക്കാൻ സൗകര്യത്തിനുള്ള ഒരു സ്ഥലത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു അളവിലുള്ള ബോക്സാണ് എടുത്തത്. നിങ്ങൾക്ക് കുറച്ച് വലിപ്പമുള്ള ബോക്സ് എടുത്താലും നിങ്ങൾക്ക് സാധനങ്ങൾ ഒരുപാട് അടുക്കി വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് അല്പം ചെറിയൊരു ബോക്സ് ആയതുകൊണ്ടാണ് അധികം ചെറിയ ബോട്ടിൽ നമുക്കിതിലേക്ക് വെക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ചെറിയ ചെറിയ ബോട്ടിൽസൊക്കെ നമുക്കിതിലേക്ക് വെച്ച് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ കുക്കറിൻ്റെ വിസിൽ, ലൈറ്റർ, പിന്നെ നമ്മുടെ ചെറിയ ചെറിയ കൊച്ചു കത്തി, ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ നമ്മൾക്ക് ഈ ഒരു ബോക്സിലേക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവർ വൈസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ അടുക്കള നല്ല ഭംഗിയാക്കാനും ഈ ടിപ്സ് യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഈ ടിപ്സ് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. സ്വീറ്റ് ബോക്സ് ആണ്. ഇതിന് നമ്മളൊരു അടപ്പും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടപ്പ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു സ്ക്വയർ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. കത്തി ചൂടാക്കി എടുക്കാം, എന്നിട്ട് മാർക്ക് ചെയ്ത ഭാഗം അത്രയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സ്ക്വയർ രൂപത്തിലാണ് കട്ട് ചെയ്യുന്നത്. റൗണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്ക്വയർ രൂപത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു പഴയ കത്തി ചൂടാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ, പ്ലാസ്റ്റിക് കട്ട് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ടായി കിട്ടും. അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും, അത്രേ ഉള്ളൂ. സ്ക്വയർ പോലെ കട്ട് ചെയ്തതിന് ശേഷം ആ ബോക്സിൻ്റെ അടിവശത്ത് നമുക്ക് ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അല്പം നീളത്തിൽ ഡബിൾ ടേപ്പ് കട്ട് ചെയ്തതിന് ശേഷം രണ്ട് വശത്തും നമുക്ക് ഡബിൾ ടേപ്പ് ഒട്ടിക്കാം. ഒന്ന് താഴെ ഒന്ന് മുകളിലായിട്ട് നമുക്ക് ഡബിൾ ടേപ്പ് ഒട്ടിച്ചെടുക്കാം. ഇനി ഈ ബോക്സ് നമുക്ക് സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ഒട്ടിച്ചു കൊടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ബോക്സിനുള്ളിലേക്ക് നമുക്ക് ലൈറ്റർ വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് സ്പൂണുകൾ വെച്ച് കൊടുക്കാം. ഇത് ബാത്റൂമിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ബ്രഷ്, പേസ്റ്റ് അങ്ങനെ വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കിച്ചണിലായതുകൊണ്ട് കുറേ സ്പൂണുകളാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സ്പൂണ്, ഫോർക്ക്, അങ്ങനെ ഉള്ള കൊച്ചു കൊച്ചു ഐറ്റംസൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതിലും നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ച് കൊടുക്കാവുന്നതാണ്. കിച്ചൺ ഭംഗിയാക്കി എടുക്കാൻ നമുക്ക് ഇതും ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഇതിൽ നമുക്ക് ചെറിയ ചെറിയ കത്തികളുണ്ടല്ലോ, അതും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ കത്തികൾ വേണമെങ്കിലും ഇതേപോലെ നമുക്ക് വച്ച് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്യാവുന്നതാണ്. കത്തികൾ വയ്ക്കാനാണ് ഈ ടിപ്സ് ഉപയോഗിക്കുന്നതെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ അല്പം മുകളിൽ വയ്ക്കുമ്പോഴാണ് ഭംഗിയായിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ താഴെ വയ്ക്കുമ്പം ആ ഒരു ഭാഗം ഉരുണ്ടു പോകാതെ നിരപ്പായിരിക്കണം. അങ്ങനത്തെ കുപ്പിയാണ് ഈ ടിപ്പിനായിട്ട് വേണ്ടത്. എന്നിട്ട് നമുക്ക് ഒരു കത്തി കൊണ്ട് ഈ കുപ്പിയുടെ ഒരു പകുതി ഭാഗം വരെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് പ്ലേറ്റുകൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുപ്പി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റ് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു വിടവിനുള്ള ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം.
കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കട്ടി കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഉരുകി തന്നെ അത് മാറിപ്പോകുന്നുണ്ട് രണ്ട് വശത്തേക്കും. പക്ഷെ നല്ല കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ ഒരു പ്ലേറ്റ് വെക്കേണ്ട അത്ര ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു കുപ്പി കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് കിട്ടിയില്ല, അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കുപ്പി തപ്പിയെടുത്തതാണ്. കുപ്പി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ താഴെ വരെ കട്ട് ചെയ്യാൻ പാടില്ല, അതിൻ്റെ പകുതി വരെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ചെയ്യണം. ഒരുപാട് താഴോട്ട് കട്ട് ചെയ്യരുത്. ഇതുപോലെ പകുതി വരെ കട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഒരു പ്ലേറ്റ് വെക്കാനുള്ള വിടവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് കട്ടി കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യം വന്നില്ല. കത്തി ചൂടാക്കി വെച്ചപ്പോൾ തന്നെ ഒരു പ്ലേറ്റ് വെക്കേണ്ട ഒരു ഭാഗം, അതായത് വിടവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്രയും മതിയാകും. ഒരു പ്ലേറ്റ് ഉള്ളിലേക്ക് കടന്നു പോവേണ്ട അത്ര ഒരു വിടവ് മാത്രം മതിയാകും. അത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 5-6 പ്ലേറ്റ് വെക്കേണ്ട രീതിയിൽ ഈ കുപ്പി ഞാൻ പകുതി വരെ കട്ട് ചെയ്ത് എടുക്കുവാണ്. നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള, അതായത് മെഷീൻ വാഷിന് വേണ്ടിയിട്ട് സർഫ് എക്സൽ ലിക്വിഡൊക്കെ വരുന്നുണ്ടല്ലോ, അതിൻ്റെ കുപ്പിയൊക്കെ നല്ല കട്ടിയുള്ള കുപ്പിയാണ്. അതിൻ്റെ അടിവശവും നല്ല പരന്നിട്ടാണുള്ളത്. ആ ബോട്ടിലും ഇതേ ടിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 5-6 പ്ലേറ്റൊക്കെ വെക്കാനുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബോട്ടിൽ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് ഭംഗിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അങ്ങനെയൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതാ ഞാനിവിടെ ചെറിയ കുറച്ച് പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പാത്രങ്ങൾ ഇതിനകത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ ഒരേ രീതിയിലുള്ള പാത്രങ്ങൾ അടുക്കി വെക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരിക്കും. അതുപോലെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഷെൽഫ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഷെൽഫൊക്കെ കുറവായിട്ടുള്ള അടുക്കളയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്സ് ഉപയോഗിക്കാവുന്നതാണ്. എത്ര കൊച്ചടുക്കളയായാലും നമുക്ക് ഈ രീതിയിലും നമ്മുടെ പാത്രങ്ങൾ നല്ല ഭംഗിയാക്കി അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ കുപ്പി നിങ്ങൾക്ക് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തും വെക്കാവുന്നതാണ്. ഈ കുപ്പി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതുമാണ്. അപ്പോൾ ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി ചെറിയ അടുക്കളയിൽ പാത്രം വയ്ക്കാൻ സ്ഥലമില്ല എന്ന് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. വെറുതെ കളയുന്ന ഇതേപോലത്തെ ബോട്ടിലൊക്കെ വെച്ചിട്ട് നമ്മുടെ അടുക്കള നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് പാത്രങ്ങൾ അടുക്കി വെക്കാനും പറ്റും. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും കൂട്ടുകാർക്കെല്ലാം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ നന്ദി.